ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്ക് പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. ഒരു മാഷ്മെല്ലോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു മാഷ്മെല്ലോ ആണ്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നമ്മൾ എങ്ങോട്ടേക്കും പോകുമ്പോഴൊക്കെ ഇത് ഒരു കണ്ടെയ്നറിൽ ഇട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. 1/4 കപ്പ് വെള്ളം, നമുക്ക് നോർമൽ വാട്ടറാണ്, അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, ഒരു ഫ്ലേവർ ഒന്നുമില്ലാത്ത ജലാറ്റിനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ജലാറ്റിനും കൂടി ആ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇത് വെക്കണം. കട്ട കൂടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം. 250 കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഇടുന്നത്. അതിന് 1/2 കപ്പ് വെള്ളം, ഒരു കപ്പിൽ ഏത് കപ്പിലാണോ നമ്മൾ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പഞ്ചസാര അതിൽ ഒന്ന് മെൽട്ടാവണം. അതുപോലെ നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഗ്യാസ് വളരെ സിമ്മിലാക്കണം. നന്നായി ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ ഇതുപോലെ തിളച്ച് വരും. തിളച്ചിട്ട് അതൊന്ന് ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ അതേ സമയത്ത് തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കണം. ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെക്കണം. അപ്പോൾ നമ്മളിത് തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് അത് ഏകദേശം ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാവണം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുകയാണ്. അപ്പോൾ വെള്ളം അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരുവിധം നമ്മൾ ഏകദേശം റെഡിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ ഉരുട്ടി കിട്ടുന്ന പോലെ, അതായത് നമുക്കൊന്ന് ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ ആ താഴെ കിടന്നിട്ട് ആ പഞ്ചസാരേൻ്റെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പോൾ ഇതിപ്പോൾ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്കതൊന്നും കൂടി കുറുക്കിയെടുക്കണം. ഇപ്പോൾ രണ്ടാമത് ഞാൻ ഒന്നും കൂടി ഗ്യാസിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെയും കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഏകദേശം ആവുന്നുണ്ട്. നമ്മൾ ഈ പഞ്ചസാര ലൈനി വെള്ളത്തിലിട്ടിട്ട് ഒരുപാട് കട്ടിയായിട്ട് ഇങ്ങനെ ബോളായിട്ടല്ല കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മൾ ഏകദേശം ഒന്ന് ആ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ ആക്കിയാൽ മതി. ഇതുപോലെ രണ്ടാമത് ഞാൻ വെള്ളത്തിലേക്ക് ഒഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ ആ പഞ്ചസാര ഇതുപോലെ കിട്ടണം. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ അലിയിച്ച് വെച്ച ജലാറ്റിൻ ഉണ്ടല്ലോ വെള്ളത്തിൽ, ആ 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ജലാറ്റിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി കട്ട കൂടാതെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുക്കുക. ഈ ജലാറ്റിനും ഈ പഞ്ചസാരയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് പഞ്ചസാരയും ഈ ജലാറ്റിനും കൂടി നന്നായിട്ട് ഒന്ന് മെൽട്ടാവണം. അതുവരെ നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഒരുപാട് തണുക്കണം എന്നില്ല, ഒരു വിധം തണുക്കണം, എന്നാലേ നമുക്കിത് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അങ്ങനെ കുറച്ച് കറക്കി അങ്ങനെ എടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചൂടോടുകൂടി ഒരു കാരണവശാലും നിങ്ങൾ ബീറ്ററോ മിക്സിയോ ഉപയോഗിക്കരുത്. കാരണം ഇത് പെട്ടെന്ന് ചൂടോടുകൂടി അങ്ങോട്ട് തെറിച്ച് മുഖത്തേക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായി ശ്രദ്ധിക്കുക. നമ്മളൊന്ന് തണുക്കട്ടെ. അത് തണുക്കുമ്പോഴേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് വെക്കാനുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതി കോൺഫ്ലോർ എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നല്ല നൈസാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തിട്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് വെക്കാൻ പോകുന്നതാണ്. അത് മാഷ്മെല്ലോ ഉണ്ടായി കഴിയുമ്പോൾ അതൊന്ന് അതിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് വെക്കാനാണ് ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം, എന്നാലേ നമുക്ക് മാഷ്മെല്ലോ പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ പൊടിച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനുള്ള ഒരു ട്രേ, എന്തെങ്കിലും പാത്രം, പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും, നമ്മൾ ഗ്ലാസ്സോ ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ ബോക്സ് എടുത്താലും മതി. കുറച്ച് നല്ല ഉയരമുള്ള ഒരു ഗ്ലാസ് പാത്രം എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യം വെക്കണം. അപ്പോഴേക്കും ഞാൻ പഞ്ചസാരയൊക്കെ പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇതുപോലെ നൈസായിട്ട് പൊടിക്കണം. അത് ഗ്ലാസിൻ്റെ ആ പാത്രത്തിലേക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട്
വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. അപ്പോഴേക്കും ഇത് തണുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരേൻ്റെ ഇതൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാം സെറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ മാഷ്മെല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ട്രേയിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും. അതുകൊണ്ട് അത് നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. നന്നായി ഞാൻ ബീറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ് ട്രേ അല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എണ്ണ മാത്രമേ തടവിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണ തടവുന്നതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഈ പൊടിയും കൂടി സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഇത് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഏകദേശം റെഡി ആയിട്ട് ഇതുപോലെ ബീറ്റർ വെച്ച് ഇങ്ങനെ ചെയ്ത ഒരു റിബൺ രൂപത്തിൽ ഇങ്ങനെ വരും. അത് മതി. അപ്പോൾ നമുക്ക് നിർത്താം. അതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പാത്രത്തിൽ ഒഴിക്കണം. ഞാനൊരു 2 സെക്കൻഡ് നമുക്ക് കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്യിപ്പോയി. കുറച്ച് പാത്രത്തിൽ തന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സെറ്റാക്കി വെക്കണം എന്ന് പറയുന്നത്. ഇത് അടിക്കുക, കറക്റ്റ് രൂപത്തിലാക്കുക. ഒരു റിബൺ പരുവത്തിൽ ഇതുപോലെ ആക്കണം. നമ്മളിങ്ങനെ ഒഴിച്ചാൽ ഇതുപോലെ ആവണം. ഇത്ര ആയാൽ മതി. എന്നിട്ട് നമ്മൾ ബീറ്റർ എടുത്ത് വെച്ച് നമ്മളത് സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് പെട്ടെന്ന് ഒഴിക്കുക. ഇത് കളറ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ വൈറ്റ് എണ്ണ മതിയെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് വൈറ്റ് എണ്ണ ഇടാം. ഞാൻ ഇപ്പോൾ 2 കളറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വൈറ്റ് ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതിൽ ഒഴിച്ച് കുറച്ച് റെഡിയാക്കി അപ്പം തന്നെ നമ്മൾ ആ സ്പീഡിൽ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് ഞാൻ കുറച്ച് ഡ്രോപ്പ് ഒരു റോസ്, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനൊരു പിങ്ക് കളറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു 4 ഡ്രോപ്സോളം ആ പിങ്ക് കളറും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് ഇളക്കണം. രണ്ടാമത്തെ ആ ബാക്കിയുള്ളതിൽ പിങ്ക് കളറ് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് ഇതിന് മുകളിലേക്ക് ഒഴിക്കണം. അതൊക്കെ പെട്ടെന്ന് കഴിക്കണം കേട്ടോ. ടൈം എടുക്കാനേ പാടില്ല. ഞാൻ കുറച്ച് ടൈം എടുത്തു പോയതുകൊണ്ട് എനിക്ക് കുറച്ച് ലാസ്റ്റിലേക്ക് നമ്മൾ പാത്രത്തിൽ തന്നെ കുറച്ച് വേസ്റ്റായിപ്പോയി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 4 ഡ്രോപ്പോളം ഒറ്റിച്ചാലേ നമുക്ക് ആ കളറ് കിട്ടുള്ളൂ. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് താഴേക്ക് ആ കളറൊന്ന് ഇറങ്ങാനാണ്. ഈ റോസ് കളറൊന്ന് ഇറങ്ങി നിൽക്കാനാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി കളറൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെ മതിയെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കളർ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക, പെട്ടെന്ന് സെറ്റാക്കുക. എന്നിട്ട് ഒന്ന് ടൂത്ത് പിക്കിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. പിന്നെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് കുറച്ച് ബബിൾസ് മുകളിൽ നിൽക്കും, അതൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ബബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് പൊട്ടിക്കുക. 4 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് സെറ്റായി വെക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ അടുത്തത് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രാവിലെ ഞാൻ രാത്രി ഒക്കെ ഒഴിച്ച് വെച്ച് രാവിലെയാണ് കേട്ടോ അത് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കത്തി വെച്ച് സൈഡ് അങ്ങനെ ആക്കിയിട്ട് തട്ടി കൊടുത്താൽ പെട്ടെന്ന് പോരും. ഞാൻ കുറച്ച് വലിയ പാത്രമായി പോയിട്ട് എടുത്തത്. നിങ്ങൾ ചെറിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും ഇതിന്. ഇത് വല്ലാതെ ഹൈറ്റൊന്നും കിട്ടിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ പാത്രം എടുക്കുക, അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടും. അങ്ങനെ ഞാൻ ട്രേയിലേക്ക് കുറച്ച് പൗഡർ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും കോൺഫ്ലവറും കൊണ്ടുള്ള പൗഡർ ഇട്ടിട്ട് വേണം ഇത് മാഷ്മെല്ലോ വയ്ക്കാൻ.
ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ പൗഡർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ പീസിലും ഇതുപോലെ അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വെറും കോൺഫ്ലവറും പഞ്ചസാരയും പിന്നെ ജെലാറ്റിനും മാത്രം മതി ഇതുണ്ടാക്കാൻ. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ കുറച്ച് വാനിലേൻ്റെ എസൻസും മാത്രം മതി. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മാഷ്മെല്ലോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കാണാത്തവരൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ സൈഡിലുള്ളൊരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെല്ലാവരും മാഷ്മെല്ലോ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്കിത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.